ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഈ വെള്ളം ക്ലിയർ ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ അരിയൊക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് വീണ്ടും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്കൊരു 10 വെളുത്തുള്ളി അരിഞ്ഞെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 2 സ്പ്രിംഗ് ഓണിയൻ വൈറ്റും ഗ്രീൻ ഭാഗമായിട്ട് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്കൊരു 3 മുട്ടയാണ്. അത് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താണിത്. അപ്പോൾ നമ്മുടെ അരി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. അരി കുക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇത്തിരി കൂടുതലിടണം കേട്ടോ. നമ്മൾ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്നത്ര ഉപ്പ് ഇടേണ്ടി വരും. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ റൈസ് തലേദിവസം തന്നെ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് ടൈം തീരെ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാക്കി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ റൈസൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി മുട്ട കുറേശ്ശായിട്ട് ചിക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മുട്ടയും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ സെയിം പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. ഇനി നമുക്കിതിനകത്തേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടി ചേർക്കുമ്പോൾ ഫ്ലെയിം നല്ലപോലെ ലോ ആക്കി വെക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന നേരം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കിനി. നമ്മൾ ഈ സാധാരണ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിനേക്കാൾ എന്ത് എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. ടേസ്റ്റ് ആണെങ്കിൽ നല്ല സൂപ്പറാണ്. കുട്ടികൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് എരിവൊക്കെ ഒന്ന് കുറയ്ക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയൊക്കെ കുറച്ച് അധികം ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സോയ സോസും ചേർത്ത് കൊടുക്കാം. സോയ സോസ് നിങ്ങൾ ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കുക. ഞാനിപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിരിക്കുന്നത്. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം കേട്ടോ. എനിക്ക് കുറച്ചും കൂടി വേണം തോന്നി. ഞാനിപ്പോൾ വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറും സ്പ്രിംഗ് ഓണിയൻ ഗ്രീനും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.